നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ വിവിധയിടങ്ങളിലുണ്ടായ ഭൂചലനത്തെ തുടർന്ന് തിരൂർ താലൂക്കിലെ തലക്കാട് പഞ്ചായത്തിലെ വെങ്ങാലൂർ പാടത്തപ്പീടിക പ്രദേശങ്ങളിൽ അസാധാരണമായ പ്രതിഭാസം ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്തെ വില്ലേജ് അധികൃതർ സന്ദർശനം നടത്തി. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കടുങ്ങാത്തുകുണ്ടിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി പാറമലങ്ങാടി പ്രവാസി സൗഹൃദ സംഘം കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഗതാഗത നിയന്ത്രണ ഡിവൈഡർ സ്ഥാപിച്ചു. തലക്കർത്തൂരിൽ പുഴയിൽ വീണയാളെ രക്ഷപ്പെടുത്തിയ യുവാക്കൾക്ക് ആദരം. തിരൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് തലക്കർത്തൂർ വഴി പുഴയോരം ചേർന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വാണിയന്നൂർ ഹാജി ബസാർ സ്വദേശി അബ്ദുൽ ഖാദറാണ് പുഴയിൽ വീണത്. ഇയാളെ യുവാക്കൾ രക്ഷപ്പെടുത്തുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരെ FSETO തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം RK ബിനു ഉദ്ഘാടനം ചെയ്തു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ കൈകോർക്കുമ്പോൾ മാതൃക തീർക്കുകയാണ് DYFI താനൂർ ബ്ലോക്ക് സെക്രട്ടറി V വിശാഖും വൈസ് പ്രസിഡന്റ് KK മനീഷയും. വിവാഹത്തിന്റെ ചിലവ് ചുരുക്കി ചടങ്ങുകളിലേക്ക് കരുതിവെച്ച പണം വയനാട്ടിൽ DYFIയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വീട് നിർമ്മാണ സഹായനിധിയിലേക്ക് കൈമാറി. തിരൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത പാർക്കിങ്ങിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തിരൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്തത്. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ FITU മലപ്പുറം ജില്ലാ കമ്മിറ്റി വയനാടിനായി കൈകോർത്തു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള യൂണിറ്റുകളിൽ നിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ വിഭവ സമാഹരണം നടത്തി. മലപ്പുറം ജില്ലയെ മാത്രം അവഗണിച്ചോടുന്ന രാജധാനിക്ക് തിരൂരിൽ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നു. തിരുവനന്തപുരത്തു നിന്നും നിസാമുദ്ദീൻ വരെയും തിരിച്ചും ആഴ്ചയിൽ 3 തവണയുമാണ് രാജധാനി എക്സ്പ്രസ് ഓടുന്നത്. ഓട്ടം തുടങ്ങിയ കാലം മുതൽ ഈ ട്രെയിൻ തിരൂരിൽ നിർത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. തിരൂർ കോപ്പറേറ്റീവ് കോളേജിലെ വിദ്യാർത്ഥികൾ ആദ്യവർഷ വിദ്യാർത്ഥികളെ വരവേൽക്കുന്ന ഫ്രഷേഴ്സ് ഡേക്ക് വേണ്ടി കുട്ടികളിൽ നിന്നും സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂട്ടായി ഹൈസ്കൂളിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കൂട്ടായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ PV ഹുസൈൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ ഷുക്കൂർ എന്നിവർ നടത്തിയ പരിശോധനയിലാണ് ഹാൻസ് പിടിച്ചെടുത്തത്. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബ്രസീൽ ഫാൻസ് പെരിയാവൂരും 17,100 രൂപ സംഭാവന നൽകി. വെട്ടം വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വില്ലേജ് ഓഫീസർ ഇൻചാർജ് H നിവാസ് ചെക്ക് ഏറ്റുവാങ്ങി. ബ്രസീൽ ഫാൻസ് പ്രവർത്തകരും വില്ലേജ് ഓഫീസ് ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. വളവന്നൂർ ബാഫക്കി യത്തീംഖാന വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2010-11 അധ്യയന വർഷത്തിലെ 10ാം ക്ലാസ് ബാച്ച് ഒരുമിച്ച് കൂടും. ഓഗസ്റ്റ് 10 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.